ഇന്നലെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അതിൻ്റെ പാർട്ട് 2 ആണിത്. കാരണം എനിക്ക് അമ്പലപ്പുഴയെക്കുറിച്ച് പറയാൻ ഇനിയും കുറച്ചേറെ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ പാൽപ്പായസമായിരിക്കും അല്ലേ. ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുന്ന ഈ പാൽപ്പായസം അതിൻ്റെ രുചി കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഏറെ പ്രശസ്തമാണല്ലോ. പക്ഷേ എനിക്കിന്നലെ അത് കുടിക്കാനൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ അമ്പലക്കുളം എന്ത് ഭംഗിയാണ് കാണാൻ. അതിൽ നിറയെ മീനുകളുണ്ട്. അതുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സമാധാനമാണ്. അമ്പലപ്പുഴയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയുണ്ടല്ലോ. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഭക്തൻ ആ പ്രതിഷ്ഠയുടെ മുന്നിലിരുന്ന് ഓടക്കുഴൽ വായിക്കുന്നതാണ് കണ്ടത്. ആ കാഴ്ചയും ആ സംഗീതവും കൂടി ചേർന്നപ്പോൾ ആ നിമിഷം ശരിക്കും മനസ്സിൽ തങ്ങിപ്പോയി. എനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകളിലൊന്നായിരുന്നു അത്. ക്ഷേത്രത്തിനകത്ത് കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ മനസ്സിന് കിട്ടിയ ശാന്തതയും പോസിറ്റീവ് ഫീലും ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നിങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഇതുവരെ പോയിട്ടില്ലെങ്കിൽ അവസരം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം.